സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടൈറോ സ്പോർട്ട് ഗെയിമിംഗ്. സോ ഗൈസ്, നമ്മളിപ്പം പുതുതായിട്ടൊരു ഹാർഡ് കോർ മൈൻക്രാഫ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടുള്ളൊരു സീരാണ്. സോ നമുക്ക് ഈ വേൾഡ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ആദ്യം ഇവിടെ ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് ആദ്യം ടൂൾസ് ഉണ്ടാകണം. അപ്പം ആദ്യം ഈ മരം അത്രയും പൊട്ടിച്ചെടുത്ത് ടൂൾസ് ഉണ്ടാക്കാം. സോ ഗൈസ്, നമ്മളപ്പം വുഡൻ പിക്കാക്സ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കണം. അതിനുവേണ്ടി കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യാം. സോ അപ്പോൾ ഗൈസ്, നമ്മളിപ്പം സ്റ്റോൺ ടൂൾസ് അത്രയും ഒപ്പിച്ച് ചെയ്യുകയാണ്. ഇപ്പം അതിന് മുമ്പ് ഈ കോളും കൂടെ ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്തെടുക്കാം. കാരണം കോൾ ആവശ്യം വരും. നമുക്കിപ്പോൾ ടോർച്ചൊക്കെ ഉണ്ടാക്കാനും സ്പോൺ പ്രൂഫ് ചെയ്യാനും വേണ്ടി ടോർച്ചൊക്കെ ആവശ്യം വരും. നമ്മളിപ്പോൾ ഇത് ഹാർഡ് കോർ ആയതുകൊണ്ട് ഭയങ്കര കെയർ ആയിട്ടാണ് കളിക്കുന്നതുകൊണ്ട് ഒരു ദിവസം അധികം ടാസ്ക്കൊന്നും സെറ്റ് ചെയ്യണില്ല. ഇപ്പം ജസ്റ്റ് ഈ നമ്മളിപ്പോൾ സ്പോൺ അയക്കുന്ന സ്ഥലത്ത് ഇത് ഐലൻഡാണ്. അതെ, ഇവിടെ ഫുള്ള് ജസ്റ്റ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് ആദ്യം ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ബേസിനുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കുക. ഒരു ടെമ്പററി ബേസ് പോലെ. ടെമ്പററി ബേസ് എന്ന് പറയുമ്പോൾ നമ്മളെ ക്രാഫ്റ്റിംഗ് ടേബിൾ, ചെസ്റ്റ്, ബെഡ് ഇത് ഇത്രയും സെറ്റ് ചെയ്ത് വയ്ക്കുക. ഇതാണ് ആദ്യം. ഇവിടെ ഇത്രയും എക്സ്പ്ലോർ ചെയ്തിട്ട് ഇവിടെ എന്തോ ഉണ്ടെന്ന് നോക്കാം. അതാ ഐലൻഡ് അവിടെ കാണുന്നത് കൊള്ളാം. ചിലപ്പോൾ ഞാൻ അവിടെ ബേസ് ബിൽഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ ആദ്യം ഇവിടെ അത്ര എക്സ്പ്ലോർ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടണുണ്ടാന്ന് നോക്കിയിട്ട്, ഇല്ലെങ്കിൽ മിക്കവാറും ഐലൻഡിലോട്ട് പോകാം. കാരണം അവിടെ കാണാൻ നല്ല രസമുണ്ട്. അവിടെ ടെറാഫോം ചെയ്തെടുത്തിട്ട് നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാനാണെങ്കിൽ മിക്കവാറും അടിപൊളിയായിരിക്കും. ആദ്യം ഇവിടെ ഒന്ന് ചാടിക്കോട്ട്. ഓക്കെ. ഇനി ഇവിടെ വല്ല നല്ല പ്ലേസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ബിൽഡ് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ വല്ല സ്ട്രക്ചറോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. ആദ്യം അവനെ കൊന്നിട്ട് ഫുഡ് എന്തെങ്കിലുമൊക്കെ. ഇനി ഇവിടെ എന്തെങ്കിലും നല്ല സ്ട്രക്ചറോ വല്ലതും ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നമ്മൾ ബിൽഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടെങ്കിലും പോകണം. ഇപ്പോൾ വില്ലേജോ വല്ലതും ഉണ്ടെങ്കിൽ വില്ലേജേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി നമുക്കാദ്യം അത് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. സോ ഗൈസ്, നമ്മളിപ്പം കുറേ നേരം എക്സ്പ്ലോർ ചെയ്തിട്ട് ആകെ ഒന്നും കിട്ടിയില്ല. ആകെ 2 സ്പ്രൂസിൻ്റെ സാപ്ലിങ് മാത്രം കിട്ടി. പിന്നെ സ്പ്രൂസിൻ്റെ സാപ്ലിങ് എടുത്ത് വെച്ചത് നല്ല യൂസ്ഫുള്ളാണ്. ഗൈസ്, എൻ്റെ റെക്കോർഡർ എന്നെ ചതിച്ചു. ഞാൻ ഇപ്പം നോക്കിയപ്പോഴാണ് റെക്കോർഡിങ് പോസായത്. ഞാൻ ശ്രദ്ധിച്ചില്ല. അതായത് ഞാൻ അവിടെ നിന്ന് പിന്നെ മറ്റേ നമ്മൾ നേരത്തെ കണ്ട ഐലൻഡ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ ബേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ നല്ല രസമുള്ളതുകൊണ്ട് ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് നമ്മൾ വന്നപ്പോൾ രാത്രിയായി. ബെഡൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴിച്ച് താഴോട്ട് പോവുകയാണ്. താഴോട്ട് പോയിട്ട് ജസ്റ്റ് വല്ല അയണോ വല്ലതും കിട്ടുന്നുണ്ടോയെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ആദ്യം കുഴിച്ച് കുറച്ച് നേരം നിന്ന്. അപ്പോൾ ഇത് അയണുണ്ടാന്ന് നോക്കി താഴോട്ട് പോവുകയാണ്. നമുക്ക് ജസ്റ്റ് നേരത്തെ അപ്പുറത്തെ സൈഡിലോട്ട് കുഴിച്ച് പോയപ്പോൾ അവിടെ വെള്ളം. ഐലൻഡ് ആയതുകൊണ്ട് അടിയിൽ വെള്ളം. ഇവിടെയും അത് തന്നെ അവസ്ഥ. തിരിച്ച് മുകളിലോട്ടോ. അതുകൊണ്ട് ഇപ്പുറത്തും ഇതാണ് അവസ്ഥ. ഇനി അടുത്ത് മിക്കവാറും ഞാൻ ഇവിടെ തന്നെ രാത്രി ഫുള്ള് നിൽക്കാൻ ചാൻസാണുള്ളത്. ഇനി അടുത്ത് രാവിലെ ആയിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഇപ്പം നിങ്ങൾ രാവിലെ ആയിട്ട് വാ. സോ ഗൈസ്, അപ്പം രാവിലെ ആയിരിക്കുകയാണ്. നമ്മളിവിടെയുള്ള കോളൊക്കെ മൈൻ ചെയ്ത് നോക്കി. രാവിലെ ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതാ നേരം വെളുത്ത് തുടങ്ങി. അയ്യോ, ഒരു ക്രീപ്പർ. എന്തായാലും ഇപ്പം മുകളിലോട്ട് കയറി റിസ്ക് എടുക്കണില്ല. ഒന്നാമതേ ഹാർഡ് കോർ അവൻ്റെ കൈ കൊണ്ട് ആദ്യത്തെ ദിവസം തന്നെ ചത്ത് എന്തായാലും ഈ വേൾഡ് കളയാൻ വയ്യ. സോ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് സൈഡിലോട്ട് കുഴിച്ച് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് മുകളിലോട്ട് കയറാം. അപ്പോൾ ചിലപ്പം രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൈഡിലോട്ട് കുഴിച്ച് നോക്കാം. ഇവിടെ നിന്ന് മുകളിലോട്ട് കുഴിച്ചാൽ മതിയാ? അല്ലാണ്ട് അപ്പുറത്തോട്ട് പോയിട്ട് കുഴിക്കാം. സോ നമ്മൾ മുകളിലോട്ട് കുഴിക്കുകയാണ്.
ക്രീപ്പറിനൊന്നും കാണില്ല. മുകളിലോട്ട് കയറിയിട്ട് ഒറ്റൊരു ഓട്ടം ഓടാം. അയ്യോ അയ്യോ, ക്രീപ്പറൊന്നുമില്ല. രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ബെഡ് ഒപ്പിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് ഒരു ബെഡ് പറ്റുമെങ്കിൽ ഒപ്പിക്കാൻ നോക്കണം. ഇതാ ഒരു സ്കെലിറ്റൺ അവിടെ നിൽപ്പുണ്ട്. അവനെ കൊന്നു കഴിഞ്ഞാൽ ബോണ് കിട്ടും. എങ്കിൽ പട്ടീനെ ടീം ചെയ്യായിരുന്നു. അയ്യോ, ക്രീപ്പർ ഓടിച്ചോ 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 ഓടിച്ചോ. അയ്യോ വേണ്ട, ക്രീപ്പറിൻ്റെ ഫ്രണ്ടിൽ പെട്ട് ചാവാൻ വയ്യ. ഓടി, നമുക്ക് സൈഡിലോട്ടിരിക്കാം. ഗൈസ്, പിന്നെ നിങ്ങൾക്ക് ഇത് പുതിയ അപ്ഡേറ്റിനേഷൻ ലാഗുണ്ടോ? എനിക്ക് അത്യാവശ്യം നല്ല ലാഗുണ്ട്. എന്താണോ എന്തോ, ഇനി അടുത്ത അപ്ഡേറ്റിൽ ശരിയാവുമായിരിക്കും. അതാ താരം ഒരു റവീനുണ്ടല്ലേ. നമുക്ക് അവിടോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് അയണും കോപ്പറൊക്കെ കിട്ടാൻ ഈ ഇതിൽ ആഡ് ചെയ്താൽ പറ്റിയ കോപ്പർ, എനിക്കിന്ന് പുതിയ കോപ്പർ ആർമറൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. കാരണം ഞാൻ ഇതുവരെയായിട്ട് നോക്കിയിട്ടില്ല കോപ്പർ ആർമർ ടൂൾസ് ഇതൊക്കെ നോക്കണം. ഇത് അത്യാവശ്യം വലിയ റവീൻ തന്നെയാണ്. താഴോട്ട് നോക്കുമ്പം കുറേ ഓവർ കാണാൻ ചാൻസുണ്ട്. അത് ഈ കോപ്പർ മിക്കവാറും മൈൻഡ് ചെയ്തെടുക്കാം. ഈ നമുക്ക് കോപ്പർ ആർമർ ആവും ഇത് അയണിന് മുമ്പ് തന്നെ. ഇപ്പം എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ആവുമല്ലോ ചെറുതായിട്ടെങ്കിലും. അത് കഴിഞ്ഞിട്ട് അയണ വല്ലതും പറ്റുമെങ്കിൽ ഒപ്പിക്കാൻ നോക്കണം. താഴെ കോളൊക്കെ ഉണ്ട്, കുറച്ച് താഴെ പോവുകയും ചെയ്ത്. 19 എണ്ണമായി. ഇനി അടുത്ത് താഴോട്ട് പോകണം. അതേ മുകളിലോട്ട് ആകുമ്പോൾ നമുക്ക് മിക്കവാറും മുകളിലോട്ട് പോകണതാണ് നല്ലത്. താഴത്തെന്തോ ഉണ്ട്. അപ്പുറത്തും എന്താണെന്തോ ഉള്ളത്. നമുക്ക് പിന്നീട് ഇതവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്തൊക്കെ നോക്കണം. സോ ഓക്കെ, ഇനി മുകളിലോട്ട് പോകാം, അതാണ് നല്ലത്. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ബിൽഡ് പിന്നീട് എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞു. അതിന് ശേഷം ഇവിടെ എന്തെങ്കിലുമൊക്കെ ബിൽഡൊക്കെ കൊണ്ടുവരാൻ നോക്കണം. ഇനി തൽക്കാലം മുകളിലോട്ട് പോകാം. സോ ഗൈസ്, നമ്മളിപ്പോൾ കുക്ക് ചെയ്യാൻ വെച്ച ഇത് റെഡി ആയിട്ടുണ്ട് ഫുഡ്. അടുത്ത് ഇത് കോപ്പർ സ്മെൽറ്റ് ചെയ്തിട്ട് ഫുള്ള് കോപ്പർ മാറാൻ നോക്കാം. ജസ്റ്റ് ഇവിടെ അയണൊക്കെ ഉള്ളത് മൈൻഡ് ചെയ്തൊന്ന് എടുക്കായിരുന്നില്ലേ. എന്തായാലും ആവശ്യം വരുമല്ലോ. അതിനുമുമ്പ് ജസ്റ്റ് ഇവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഞാൻ ലാഗ് ഒഴിവാക്കാൻ വേണ്ടി പരമാവധി റെൻഡർ ഡിസ്റ്റൻസ് കുറച്ചിട്ടിട്ടുണ്ട്. എന്നാലും ലാഗുണ്ട്. അയണിൻ്റെ 1 2 രണ്ടേ ഉള്ളൂ. ഒരെണ്ണം കൂടി എനിക്ക് ഒരു ബക്കറ്റോ എന്തെങ്കിലും പിക്കാസ് ഉണ്ടാക്കായിരുന്നു. വേറെ എവിടെയെങ്കിലും ഉണ്ടാ നോക്കാം. ഷീപ്പിനൊക്കെ ഇപ്പം ബെഡിനുള്ള സാധനം ഒപ്പിക്കണം. കാണാം, ഇന്ന് രാത്രി വീണ്ടും കുഴിക്കാതിരിക്കാൻ പറ്റില്ല. കുഴിക്കാതിരിക്കുന്നത് ശരിയാവില്ല. എനിക്ക് വീണ്ടും ക്രീപ്പറിനെ കണ്ട് ഓടാനും അതുകൊണ്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കി വാങ്ങാം. അതിനോട് വേറൊരു ഷീപ്പ് വലിപ്പുണ്ടായിരുന്നില്ലേ. അതെവിടെ പോയാണ്ടോ. എനിക്ക് എന്തായാലും ഇവിടുത്തെ ഈ കാടൊക്കെ എന്തായാലും വെട്ടിത്തെറിക്കണം, എന്നിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. ഹലോ മിസ്റ്റർ കോഴി, ഇവിടെ ഒരു ഷീപ്പ് ഉണ്ടായിരുന്നില്ല, നീ എന്നെ കണ്ടായിരുന്നു. അവിടെ മറുപടി പറയുന്നൂടെ ബെസ്റ്റ് ഇല്ല. നമുക്ക് തപ്പിയെടുക്കാം. 2 വൂളും കൂടെ വേണം. 2 അല്ല, 1 കൂടെ മതി. എന്നിട്ട് ഡൈ ചെയ്തെടുത്താൽ നോക്കാം. അടുത്ത് ഇവിടെ അയൺ കിടക്കും. അപ്പോൾ ഓക്കെ, ഒരു ബക്കറ്റിനുള്ളതായി ഒന്നേ ഉള്ളൂ. ഒരു ബക്കറ്റിനുള്ളതായി. നമുക്ക് എന്തായാലും ഇതും കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വയ്ക്കാം. ജസ്റ്റ് ഒന്ന് എടാ ഷീപ്പേ, നീ എവിടെയാടാ? ഓക്കെ ഓക്കെ ഓക്കെ, 2 പേരെ കിട്ടിയിട്ടുണ്ട്. കിട്ടി. ഓക്കെ, ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡൈ യൂസ് ചെയ്ത് പുതിയ ബെഡ് ഉണ്ടാക്കാൻ പറ്റും.
സോ ഗൈസ് നമ്മൾ കുറേ എക്സ്പ്ലോർ ചെയ്തിട്ട് വന്ന് ഇപ്പോൾ 13 കോപ്പർ സ്മെൽറ്റായി. നമുക്കിത് വെച്ച് അടുത്ത് ആർമർ വല്ലതും ഉണ്ടാക്കണം. അത് ഫുള്ള് സ്മെൽറ്റായി തീരട്ടെ എന്നിട്ട് ചെയ്യാം. ഇനി നമുക്കിനി അടുത്ത് ഇത് വോള് ഡൈ ചെയ്യാൻ വേണ്ടി എന്തായാലും നമ്മൾ ഡൈ ഇല്ല. അപ്പം ഈ ഫ്ലവറുണ്ട്. ഈ ഫ്ലവറിനെ നമുക്ക് ഡൈ ആക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യാം. മൂന്നെണ്ണം വേണ്ടി വരും. 3 വേണം തോന്നുന്നു. നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് ഡൈ ആക്കിയിട്ട് എന്തോന്നു പുതിയ ബെഡ് ഉണ്ടാക്കാം. എന്നാലും ഇന്നിനി രാത്രി കിടന്നുറങ്ങാൻ പറ്റുള്ളൂ. അയ്യോ 2 ആവശ്യം മതിയായിരുന്നു. കുഴപ്പമില്ല, ഇരിക്കട്ടെ. നമുക്ക് ബെഡും കൂടെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ടെമ്പററി പീസ് അങ്ങനെ സെറ്റാവും. ഓക്കെ നമ്മൾ ബെഡ് സെറ്റായി. ഇനി പ്ലേസ് ചെയ്ത് റീസ്പോൺ സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മളൊരു ടെമ്പററി പീസ് സെറ്റായി. നമ്മൾ ഹാർഡ് കോറിലെ ടെമ്പററി പീസ് സെറ്റായി. ഓക്കെ, കോപ്പർ സ്മെൽറ്റ് ആകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. ഫുള്ള് സ്മെൽറ്റായി. ഇനി അയൺ സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇതിൽ ആർമർ ഹെൽമെറ്റ് ചെയ്യാം. ഒരു ചെസ്റ്റ് പ്ലേറ്റ്. ലെഗിൻസ് ചെയ്യാൻ പറ്റൂലേ? ഇല്ല, ലെഗിൻസ് ചെയ്യാൻ പറ്റൂല. പകരം ബൂട്ടുണ്ടാക്കാം. ഓക്കെ, കംപ്ലീറ്റ് കോപ്പർ ആർമർ ആയില്ല. ഇത്രയും കൂടെ ആയി. ഇത്രയും പ്രൊട്ടക്ഷൻ കിട്ടും. ഓക്കെ, സോ ഇത്രയൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടും. ഇനി അയൺ സ്മെൽറ്റ് ആയാൽ നോക്കട്ടെ. ഇനി നമുക്കൊരു വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കാമായിരുന്നു. എന്തായാലും ഇനി താഴെ പോയി കുറച്ചുകൂടെ കോപ്പർ ഞാൻ മൈൻ ചെയ്തെടുക്കും. ഫുൾ കോപ്പർ ആർമറാകും. അതിന് ശേഷം അയണിലോട്ട് പോകുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഇവിടെ വല്ലതും ചെയ്യാൻ പറ്റിയ ബിൽഡ് ഐഡിയാസ് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടേക്കുക. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും ടെറാഫോം ചെയ്യാനുള്ളത് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടേക്കുക. അടുത്തെന്തായാലും ഫുൾ കോപ്പർ ആർമറാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കോപ്പറും പോയി എടുക്കാൻ പോവുകയാണ്. എന്നിട്ട് അത് സ്മെൽറ്റ് ചെയ്ത് ഫുൾ കോപ്പർ ആർമർ ആവാൻ പോവുകയാണ്. സോ അത് ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്തിട്ട് വരാം. സോ ഗൈസ് നമ്മൾ മൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 5 കോപ്പർ കിട്ടിയിരിക്കുകയാണ്. ഇതിപ്പം അയൺ സ്മെൽറ്റ് അനുസരിച്ച് കോപ്പർ സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി ഇത് വെച്ചൊരു ബക്കറ്റും കൂടെ ക്രാഫ്റ്റ് ചെയ്യാം. സത്യമായിട്ടും ഗൈസ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗെയിമിലുള്ള ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് വാട്ടർ ബക്കറ്റ്. നമുക്കിപ്പം ക്ലച്ച് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. അതായത് എവിടെയെങ്കിലും വീഴണ സമയത്തൊക്കെ രക്ഷപ്പെടാം. ലെതറിൽ പറ്റില്ല. ബട്ട് ഇപ്പം എൻ്റെതാണേലും എൻ്റർമാൻ അറ്റാക്ക് ചെയ്യുമ്പം രക്ഷപ്പെടാനാണെങ്കിലും ഫാമിങ്ങിനാണെങ്കിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യപ്പെടുന്ന നമ്മൾ ചെയ്യുന്ന സാധനമാണ് ഈ വാട്ടർ ബക്കറ്റ്. ഇപ്പം അതേപോലെ ഗ്രാസൊക്കെ നിൽക്കുന്നത് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി വാട്ടർ ബക്കറ്റ് പ്ലേസ് ചെയ്തത്. ഞാനിപ്പം ഗ്രൗണ്ടൊക്കെ ടെറാഫോമിയൊന്നും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവം ഈ ഒരു വാട്ടർ ബക്കറ്റ് തന്നെയാണ്. സോ ഗൈസ് നമ്മളിപ്പം കോപ്പർ മൈൻ ചെയ്ത് ഫുള്ള് സ്മെൽറ്റ് ചെയ്ത് ഇപ്പോൾ ഫുൾ കോപ്പർ ആർമർ ആയിരിക്കുകയാണ്. ഇതാണ്. പക്ഷെ കൊള്ളാം കേട്ടോ കോപ്പർ ആർമർ. നമുക്ക് രാത്രിയാണ് കിടന്നുറങ്ങാൻ പറ്റില്ല. പെട്ടെന്ന് സൂര്യാസ്തമിക്ക് നമുക്ക് കിടന്നുറങ്ങിയിട്ട് ഉറങ്ങാൻ പറ്റി. ഓക്കെ, ഫുൾ കോപ്പർ ആർമറായി. എനിക്കിപ്പോൾ കോപ്പർ ഗോലമൊക്കെ ഉണ്ടാക്കണം. കോപ്പർ ആർമറൊക്കെ കൊള്ളാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് സംഭവം. ഞാൻ ഇതുവരെയായിട്ടും എൻ്റെ മറ്റുള്ള വേർഡ്സിൽ പോലും ട്രൈ ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. കൊള്ളാം കേട്ടോ. ഇപ്പം നമുക്കിപ്പം അയൺ ആവുന്നതിന് മുമ്പ് കാരണം കോപ്പർ ഒരുപാടുള്ളതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയ സംഭവം. സോ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.